ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ്, ഒരു ഷോപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് പകുതിക്ക് വഴി നിർത്തിയവർ, അല്ലെങ്കിൽ സ്റ്റിൽ റൺ ചെയ്ത് പോകുന്നുണ്ട്, അതിലൊരു ബിസിനസ്സിൽ സക്സസ് കിട്ടുന്നില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ റീഡിങ്ങിൽ എന്താണ് വരുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ട് കമൻസ് കാര്യങ്ങൾ ഇടുന്നുണ്ട്, ഒത്തിരി പേർക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും. അപ്പോൾ നിങ്ങളുടെ കൂടുതൽ സജഷൻസ് ഇടുക, അതനുസരിച്ച് നമുക്ക് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നവർ, അത് ഡെസ്പായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള കാർഡാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. 3 കാർഡാണ് എടുക്കുന്നത്. ആദ്യത്തെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. അങ്ങനെ 3 കാർഡ്സ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റീഡിങ് നോക്കാം. ദ ഹെർമിറ്റ് ആണ് ഈ കാർഡ് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തെ കാർഡ്. ഏറെ നാൾ നിങ്ങൾ വളരെയധികം ഒറ്റപ്പെടലായിരുന്നു, ഏകാന്തതയായിരുന്നു, ആൾക്കാരുമായിട്ട് ഒരു തരത്തിലുള്ള സമ്പർക്കങ്ങളും ഇല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയാണ്. അതിൽ നിന്നെല്ലാം മാറി സമൂഹത്തിലേക്ക് ഇറങ്ങി വരേണ്ട സമയമായിട്ടുണ്ടെന്നാണ് ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കുന്നത്. അതായത് അമിതമായിട്ടുള്ള ഏകാന്തത, ഒറ്റപ്പെടൽ, മറ്റുള്ളവരിൽ നിന്നുള്ള മാറി നിൽക്കുക, അകൽച്ച, ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാവുക, ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കണമെന്ന് വിചാരിക്കുമ്പോഴും അത് തെറ്റിപ്പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ട്. കാരണം മുൻപെടുത്ത പല തീരുമാനങ്ങളിലും ഡൗട്ട്ഫുൾ ആയതുകൊണ്ട് തന്നെ ഇനി എടുക്കുന്നതിൽ ഒരു തെറ്റിദ്ധാരണ, ഒരു തെറ്റ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഉള്ളിലെ ആശയക്കുഴപ്പങ്ങൾ കാരണം കൊണ്ട് ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഏകാന്തവാസം അവസാനിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനുള്ള ടൈം ആയിട്ടുണ്ട്. കറക്റ്റ് ടൈമിലാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് തുടങ്ങി വെച്ചിട്ട് പിന്നെ മാറി നിൽക്കുന്നുണ്ടായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട്, പലരുടെയും അഭിപ്രായങ്ങൾ കാരണം കൊണ്ട്, പലരുടെയും പിന്തുണ കാരണം കൊണ്ട്, പലരുടെയും ചതി കാരണം കൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി, നിങ്ങൾ നാണം കെട്ട് വിഷമിച്ച് മാറി നിൽക്കുന്നുണ്ടായിരിക്കും. അവിടെ നിന്നല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചു വരവ് ആയിട്ടുണ്ടെന്നാണ് ഈ കാർഡിൽ നമുക്ക് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ബ്രൈറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വരാനുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ചതി പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഒരു തരത്തിലുള്ള ചതിയും നിങ്ങൾക്ക് ഇനി പറ്റില്ല. കാരണം അനുഭവങ്ങൾ അത്രമാത്രമുണ്ട്. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉപദേശം വേണമെന്നുള്ളവർ, നല്ല രീതിയിൽ ഉപദേശം കിട്ടണമെന്നുള്ളത്, നിങ്ങൾക്ക് വിശ്വസ്തമായിട്ടുള്ള ആൾക്കാരിൽ ഉപരി അതിനെക്കുറിച്ച് അറിവുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുക. വിശ്വസ്തർക്ക് ഒരിക്കലും അറിവുണ്ടായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് നല്ല ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അവന് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, നിങ്ങൾക്ക് വിശ്വാസമായിരിക്കും, നിങ്ങൾക്ക് അവനെ കണ്ണടച്ച് വിശ്വാസമായിരിക്കും. പക്ഷേ ആ വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ വേണം. അവന് ഈഗോ ഉണ്ടാവരുത്. രണ്ടാമത്തെ കാര്യം, അവനതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷം ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉള്ള ഒരാളുമായിട്ട് വേണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. അറിവില്ലാത്ത ഒരാൾക്ക് ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ഈഗോ ഉള്ള ഒരാളും ഒന്നും പറഞ്ഞു തരില്ല. നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണെങ്കിലാണ് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ആശയക്കുഴപ്പങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത്, ഇനിയും വൈകി പോകരുത്. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നെല്ലാം മറികടന്ന് തിരിച്ചു വരാൻ. ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് നിൽക്കുന്നവരായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ തുടങ്ങാൻ പോകുന്നവരായിരിക്കും ആലോചിച്ചിട്ട്. അപ്പോൾ സ്റ്റക്ക് ആവേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ടൈം ആയിട്ടുണ്ടെന്നാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെടുന്ന എല്ലാ തീരുമാനങ്ങളിലും കൂടുതൽ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാതെ ഒറ്റയ്ക്ക് മാക്സിമം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദ ലവേഴ്സ്. ഇതിൽ പറയുന്നത്, നിങ്ങളൊരു കൂട്ട് കൃഷി നടത്തി പൊട്ടി പാളീസായതിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. വിശ്വസിച്ച ആൾക്കാരിൽ നിന്നുള്ള ചതി വളരെയധികം നിങ്ങളെ മാനസികമായിട്ട് മുറിപ്പെടുത്തുന്നുണ്ട്. അതായത് അവരെ ആലോചിച്ച് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനും പറ്റില്ല. കാരണം നിങ്ങൾക്ക് അത്രയ്ക്കും ബോണ്ടിങ് ആണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് അവരോട് തുറന്നു പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ തിരുത്താൻ പറ്റുന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീരുമാനങ്ങൾ നിങ്ങളുടേതാണ്.
നിങ്ങൾ ആ ഒരു വികാരം മുന്നിൽ വെച്ചിട്ട്, അവരോടുള്ള ഇഷ്ടം മുന്നിൽ വെച്ചിട്ട്, ചിലപ്പോൾ നിങ്ങളുടെ വൈഫായിരിക്കാം, മക്കളായിരിക്കാം, അമ്മയായിരിക്കാം, ഫ്രണ്ട്സായിരിക്കാം, ആര് വേണമെങ്കിലായിരിക്കാം. പക്ഷേ ബിസിനസ് നടത്തുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിങ്ങളാണ്. കാരണം നിങ്ങൾ ആഗ്രഹിച്ച് തുടങ്ങുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് മുന്നിലേക്ക് പോകേണ്ടത് നിങ്ങളുടെ സ്വപ്നത്തിന് ഒപ്പമാണ്. ഇപ്പോൾ ഒരു ബുട്ടിക്കാണ് തുടങ്ങുന്നതെങ്കിൽ അതിൽ ഏത് ടൈപ്പ് വസ്ത്രങ്ങൾ കൊണ്ടുവരണം, എന്താണ് അതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് നിങ്ങൾക്കാണ് അറിയുള്ളൂ. നിങ്ങളെ വരുന്നവരും അല്ലെങ്കിൽ ബില്ലിങ് ചെയ്യാൻ വരുന്നവർക്കും അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളതും അതിൻ്റെ എക്സ്പോർട്ട് അതിൻ്റെ ആവശ്യക്കാരെന്താണെന്നുള്ളത് അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഒന്നും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു സോപ്പ് പൊടി നിർമ്മിക്കുന്ന കമ്പനിയാണെങ്കിൽ പോലും അതിൻ്റെ ആവശ്യക്കാർ എല്ലാവർക്കും ആവശ്യമാണ്. എന്നിരുന്നാലും ആ പ്രൊഡക്റ്റിൻ്റെ ആവശ്യക്കാരെ തിരിച്ചറിയാനുള്ളത് നമ്മുടെ ക്വാളിറ്റിയാണ്, നമ്മുടെ കഴിവാണ്. അത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കഴിവാണ്. നമ്മളൊരു അച്ചാർ കമ്പനി തുടങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളൊരു ബ്രേസ്ലെറ്റ് കമ്പനി തുടങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലോത്ത് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ ആവശ്യക്കാരെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിൻ്റെ ഓണറുടെ സ്വപ്നമാണ്. അവനത് സ്വപ്നം കണ്ട് ഏറ്റവും നല്ലൊരു പീക്ക് ലെവൽ എത്തിയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ കയറി വരുന്നവർ ബന്ധുക്കളായിരിക്കാം, അമ്മയായിരിക്കാം, അമ്മായിയമ്മയായിരിക്കാം, പെങ്ങളായിരിക്കാം, നാത്തൂനായിരിക്കാം, അളിയനായിരിക്കാം. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും. ഇവർക്ക് അഭിപ്രായങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. വരുന്നു, അവരവരുടെ കഴിയുന്നു, പോകുന്നു, വെറുതെ ഒരു ഷോ ഓഫൊക്കെ കാണിച്ചിട്ട് പോവും. പക്ഷേ ആ സ്വപ്നം നിങ്ങളുടെയാണ്. കൂടുതൽ ഇടപഴകിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഒട്ടും കേൾക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ പറയുന്നതെങ്കിലും പലരുടെയും അനുഭവമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിന്ന് നല്ല ബ്രാൻഡായിട്ട് നല്ല ഗ്രാൻഡായിട്ട് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ പല കടകളും പല ഷോപ്പുകളും പല ബിസിനസ് സ്ഥാപനങ്ങളും ഇന്ന് അടഞ്ഞു പോകുമോ എന്ന് പേടിച്ചിട്ടാണ് നിങ്ങൾ ഉറങ്ങുന്നത്. നിങ്ങൾ അത്ര രാത്രികൾ സ്വപ്നം കണ്ടത് ഇന്ന് അതേ രാത്രികളിൽ നിങ്ങൾ കാണുന്നത് അയ്യോ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ നിങ്ങൾ ആശയക്കുഴപ്പത്തിൽ നിന്ന് മാറി ചിന്തിക്കുക. അങ്ങനെയാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു കൂട്ടുകൃഷി ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരിക്കാം, ഒരു വിശ്വാസക്കുറവുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പുനഃപരിശോധിക്കുക. അത് വിശ്വാസം അല്ലെങ്കിൽ കറക്റ്റായിട്ട് തന്നെ പറയുക. അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലും അത് മുന്നിലേക്ക് നീങ്ങില്ല. അവിടെ ഇങ്ങനെ സ്റ്റക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരെ മിതമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പുനഃപരിശോധിക്കുക. കാരണം വിശ്വസിച്ചവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പൂട്ട് തുറന്ന് ഒരു ഓപ്പൺ ഡോറല്ല കിട്ടുന്നത്. നിങ്ങളായിട്ട് തുറന്ന ഡോറുകളൊക്കെ അവർ ക്ലോസ് ചെയ്യാണ് ചെയ്തത്. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി തീരുമാനങ്ങളിലേക്ക് എത്തേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ചെയ്ത ഒരു അവലോകനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ നല്ല രീതിയിൽ വേറെ ആരെയും സപ്പോർട്ടൊന്നും വേണ്ട. പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാത്ത സപ്പോർട്ടൊന്നുമില്ല. പണിക്കാരെ വയ്ക്കാം, ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒന്നും നിങ്ങൾ ഇടപെടുത്തേണ്ട കാര്യമില്ല. അതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. കാരണം പ്രധാന ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനായിട്ട് ഒരു ഭയങ്കര ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അതിൻ്റെ വികാരപരമായിട്ട് അവിടെ നിങ്ങൾ ഭയങ്കര അറ്റാച്ച്ഡാണ്. അതിനെ മാറ്റിവെക്കുക. അതിന് മാറ്റിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആവാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ കാർഡ് നോക്കാം. ഈ ഒരു കാർഡിൽ എന്താണെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. നേരത്തെ കാർഡിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഴയ പ്രശ്നങ്ങളിലെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. പഴയ പ്രശ്നങ്ങളെല്ലാം അവിടെ തന്നെ വെച്ച് അവസാനിപ്പിക്കുക. നേരത്തെ കാർഡിൽ നമ്മൾ പറഞ്ഞു ഒത്തിരി കലഹങ്ങളിലൂടെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറുക. ആ ഒരു ബന്ധങ്ങളിലെ ഓർമ്മകളോ അല്ലെങ്കിൽ ആ ഒരു ബന്ധങ്ങളിലെ പ്രശ്നങ്ങളോ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയൊരു ലൈഫിലേക്കാണ് നിങ്ങൾ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതിഫലിച്ചേക്കാം. അഭിപ്രായങ്ങളായിട്ടായിരിക്കും ചില തടസ്സങ്ങൾ വരുന്നത്. ചിലത് വേറെ രീതിയിലായിരിക്കും വരുന്നത്. പലതരത്തിലും മനുഷ്യനെ എങ്ങനെയൊക്കെ സൃഷ്ടിക്കാൻ പറ്റും, ഇതിൽ ദൈവത്തിൻ്റെ ഒരു തരത്തിലുള്ള ഇടപെടലുമില്ല. മനുഷ്യന്മാർക്ക് എങ്ങനെയൊക്കെയാണ് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലാണ് ഈ തടസ്സങ്ങളെല്ലാം തന്നെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇന്ന് തുടങ്ങണ്ട, ഇന്ന് ബുധനാഴ്ചയാണ്, കേൾക്കേണ്ട. നാളെ തുടങ്ങണ്ട, നാളെ വ്യാഴാഴ്ചയാണ്, കേൾക്കേ വേണ്ട. നിങ്ങൾ തീരുമാനിച്ച ഒരു കാര്യമുണ്ട് മനസ്സിൽ, അത് നിങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രം മതി. അതാണ് ഈ ഒരു കാർഡിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പഴയ കൂട്ടുകൃഷിയൊക്കെ ഉപേക്ഷിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർ നിങ്ങളുടെ ഒരു വളർച്ച കണ്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ട്, പുതിയതായിട്ട് ബന്ധം സ്ഥാപിക്കാനൊക്കെ വന്നിരിക്കും. ഒരിക്കലും അടുപ്പിക്കേണ്ട.
ഓടിപ്പിച്ചോ. അതാണ് നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു ബ്രൈറ്റായിട്ട് ഉള്ള ഒരു ലൈഫിന് നല്ലത്. അതുപോലെ തന്നെ പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിലും പുതിയതായിട്ട് നല്ല രീതിയിൽ തുടങ്ങാനായിട്ട് സാധിക്കും. പുതിയ പുതിയ അവസരങ്ങൾ വരും. പുതിയ ഒരു ബിസിനസ് മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിലൊരു അവസരങ്ങളും കൂടിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു ഗ്രോത്ത് ഈ ഒരു കാർഡിൽ കാണുന്നുണ്ട്. രണ്ടായിട്ട് വിഭജിച്ച ആൾക്കാരുണ്ടായിരിക്കും ബിസിനസ്. അവർ അങ്ങനെ തന്നെ പോവുക. ബ്രാൻഡ് നെയിം മാത്രം മാറ്റുക. നിങ്ങളുടെ നെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം മാറ്റുക. കാരണം അതും ഇതും സെയിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. രണ്ടായി പിരിഞ്ഞവരുണ്ടെങ്കിൽ അത് രണ്ട് ബ്രാൻഡായിട്ട് നിങ്ങൾക്കൊരു പേരിടുക. അവരവരുടെ ഏത് പേര് വേണമെങ്കിലും തീരുമാനിച്ചിട്ട് യാതൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ ജോലിയിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനം നിങ്ങൾക്ക് വേറെ പുതുതായിട്ട് പണിയണം, അല്ലെങ്കിൽ വേറെ ഒരു ബ്രാഞ്ചും കൂടി ഓപ്പൺ ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിനുള്ള മാറ്റവും കൂടി ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. ഭൂതകാലത്തിൽ നിന്ന് വിട്ടു പോകാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. എല്ലാം പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് മെസ്സേജസ് കാര്യങ്ങളെല്ലാവരും ഇടുന്നുണ്ട്. ഒരുപാട് പേർക്ക് കണക്റ്റ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എല്ലാത്തിനും. ഏകാന്തമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളും ഏതെങ്കിലും ഒരു ബന്ധത്തിൽ തീരുമാനം എടുക്കാനുള്ള പൊരുത്തക്കേടുകളും പഴയ പ്രശ്നങ്ങളെ വിട്ട് പോകാനുള്ളൊരു ബുദ്ധിമുട്ട്, അവരുടെ ആ ഒരു ബന്ധം നഷ്ടപ്പെടുമോ, ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാത്തിനും മാറ്റി വയ്ക്കുക. ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തുക. അതിന് നല്ലൊരാളെ കണ്ട് നിങ്ങൾ നല്ലൊരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് നോക്കുക. പ്രശ്നങ്ങളെ തുറന്ന് പറയുക. ഒരിക്കലും ഒരു കൂട്ട് കൃഷിയാണെന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചിട്ട് തന്നെ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ചെയ്ത് നോക്കി നോക്കൂ, സക്സസ് ആവും. ഇനി ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്വപ്നം അങ്ങനെ ആയല്ലോ എന്ന് ചോദിച്ചിട്ട് ഡെസ്പ് ആവേണ്ടി വരില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളായിട്ട് കണക്റ്റഡ് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. നന്ദി, നമസ്കാരം.